ലണ്ടനിലെ ബൊർലി ഗ്രാമത്തിൽ പുതുതായി താമസം മാറിയെത്തിയ പള്ളിയിലച്ചൻ ആദ്യത്തെ രാത്രിയിൽ തന്നെ കതകിലാരോ മുട്ടുന്ന ശബ്ദം കേൾക്കുകയാണ്. ഉടനെ തന്നെ ചെന്ന് കതക് തുറന്നു നോക്കുമ്പോൾ പേടിച്ച് ഭയന്ന് നിൽക്കുന്ന ഒരു കന്യാസ്ത്രീയായിരുന്നു അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്. അന്നത്തെ രാത്രിയിൽ അവിടെ താമസിക്കാൻ കന്യാസ്ത്രീക്ക് അദ്ദേഹം അനുവാദം നൽകുകയാണ്. എന്നാൽ അദ്ദേഹം ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല അതൊരു പ്രേതമായിരുന്നു എന്ന്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. 2018 പുറത്തിറങ്ങിയ ധനൺ എന്ന മൂവിക്ക് കാരണമായിട്ടുള്ള യഥാർത്ഥ സംഭവം എന്ന പേരിൽ പറയപ്പെടുന്ന കഥയെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കഥ തുടങ്ങുന്നത് 1850കളിൽ നിന്നാണ്. ലണ്ടനിലെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബൊർലി എന്ന ഗ്രാമത്തിലുള്ള പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന വെയർഹൗസിന് തീ പിടിക്കുകയാണ്. അതിലെന്തോ അപശകനമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ പള്ളിയിലെ വികാരി അല്ലെങ്കിൽ പള്ളിയിലച്ചൻ ആ നാട് വിട്ട് പോവുകയാണ്. പുതുതായി ഒരു പള്ളിയിലച്ചൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി കത്തി നശിച്ച ആ വെയർഹൗസ് വീണ്ടും പുതുക്കി പണിത് അദ്ദേഹത്തിന് നൽകുകയാണ്. എന്നാൽ പുതിയ പള്ളിയിലച്ചൻ ആദ്യത്തെ ദിവസം തന്നെ ഇത്തരത്തിലൊരു വിചിത്ര സംഭവം നേരിട്ടപ്പോൾ രാത്രിയിൽ കതകിൽ ഒരു കന്യാസ്ത്രീ വന്ന് മുട്ടുകയും നേരം വെളുത്തപ്പോൾ അവർ താങ്ക്സ് പറഞ്ഞു പോവുകയും ചെയ്തപ്പോൾ എന്തൊക്കെയോ ചില ദുരൂഹതകൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന കാര്യം തിരിച്ചറിയുകയാണ്. രണ്ടാമത്തെ ദിവസം പള്ളിയിലച്ചൻ നാട് കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. അവിടെയെല്ലാം ചുറ്റിക്കറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഗ്രാമത്തിലുള്ള മറ്റു വീടുകളിൽ നിന്നെല്ലാം ഒരുപാടധികം അകലത്തിലാണ് തനിക്ക് തയ്യാറാക്കിയിട്ടുള്ള വെയർഹൗസ് നിലനിൽക്കുന്നത്. എന്നാൽ വെയർഹൗസിന് തൊട്ടടുത്തായിട്ട് ഒരു കോൺവെന്റ് ഉള്ളതുകൊണ്ടും ഒരുപാടധികം കുട്ടികൾ അവിടെ കന്യാസ്ത്രീയാകാൻ വേണ്ടി പഠിക്കുന്നതുകൊണ്ടും പള്ളിയിലച്ചൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് കൂടുതലായൊന്നും ചിന്തിച്ചില്ല. അങ്ങനെ അന്നത്തെ ദിവസത്തെ പകലും കടന്നു പോവുകയാണ്. രാത്രിയായപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കുകയാണ്. ഇന്നും ആരോ കതകിൽ മുട്ടുന്നുണ്ട്. പള്ളിയിലച്ചൻ ഉടനെ തന്നെ കതക് തുറന്നു നോക്കുകയാണ്. ഇപ്രാവശ്യവും പേടിച്ച് ഭയന്ന് വിറച്ചൊരു കന്യാസ്ത്രീ തന്നെയായിരുന്നു. എന്നാൽ അവർ അകത്തേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ അച്ഛൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്, ആരാണ് നിങ്ങളെ ഭയപ്പെടുത്തി ഓടിക്കുന്നത് എന്ന്. അവർ അതിന് മറുപടിയായിട്ട് പറഞ്ഞത്, എൻ്റെ പേര് മേരി എന്നാണ്. ഞാൻ പാരീസിൽ നിന്നും ഇവിടുത്തെ കോൺവെൻറ്റിൽ പഠിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കന്യാസ്ത്രീയായി മാറുക എന്നതാണ്. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ട ശേഷം പള്ളിയിലച്ചൻ അന്നത്തെ രാത്രിയിലും അവിടെ താമസിക്കാൻ ആ കന്യാസ്ത്രീക്ക് അനുവാദം നൽകുകയാണ്. നേരം പുലർന്നപ്പോൾ പതിവ് പോലെ തന്നെ പള്ളിയിലച്ചനോട് നന്ദിയും പറഞ്ഞ് കന്യാസ്ത്രീ അവിടെ നിന്ന് പോവുകയാണ്. അന്നേ ദിവസം, അതായത് പള്ളിയിലച്ചൻ ആ നാട്ടിലെത്തിയിട്ടുള്ള 3ാമത്തെ ദിവസം അദ്ദേഹം ആദ്യം ചെന്നത് കോൺവെൻറ്റിലേക്കായിരുന്നു. മേരി എന്ന പേരുള്ള എല്ലാ പെൺകുട്ടികളും അദ്ദേഹം വിളിപ്പിക്കുകയാണ്. മേരി എന്നതൊരു കോമൺ നെയിം ആയതുകൊണ്ട് തന്നെ 3ഓ 4ഓ കുട്ടികൾ അദ്ദേഹത്തിന് മുന്നിലേക്ക് വരികയാണ്. എന്നാൽ വളരെയധികം സൂക്ഷ്മമായി അദ്ദേഹം നിരീക്ഷിച്ചിട്ട് പോലും താൻ തലേ ദിവസം കണ്ട അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് തൻ്റെ വാതിലിൽ മുട്ടിയ ആ ഒരു പെൺകുട്ടിയെ മാത്രം, ആ ഒരു കന്യാസ്ത്രീയെ മാത്രം അദ്ദേഹത്തിന് അവിടെ കാണാൻ കഴിഞ്ഞില്ല. കാര്യങ്ങളിൽ എന്തൊക്കെയോ ചില ദുരൂഹതകളുണ്ട് എന്ന് പള്ളിയിലച്ചന് പതിയെ തോന്നി തുടങ്ങിയാണ്. അങ്ങനെ 3ാമത്തെ ദിവസത്തിൻ്റെ പകലും പോയി മറയുകയാണ്. രാത്രിയായപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തെയും പോലെ ഈ ദിവസവും കന്യാസ്ത്രീ വരുമോ എന്നറിയാൻ ആകാംക്ഷയിൽ പള്ളിയിലച്ചൻ കാത്തിരിക്കുകയാണ്. എന്നാൽ കതകിൽ തട്ടുന്ന ശബ്ദം അദ്ദേഹത്തിന് ഈ ഒരു ദിവസത്തിൽ കേൾക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അദ്ദേഹം ചെവി കൂർപ്പിച്ചു നോക്കിയപ്പോൾ പുറത്ത് ആരൊക്കെയോ ഓടുന്ന ശബ്ദവും അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ അലർച്ചയും അദ്ദേഹത്തിന് കേൾക്കാമായിരുന്നു. അദ്ദേഹം തനിക്ക് നേരിട്ട ഈ വിചിത്രമായ അനുഭവങ്ങളെക്കുറിച്ച് നാട്ടിലുള്ള പല ആളുകളോടും പറയുകയാണ്. എന്നാൽ അവരാരും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിക്കാൻ തയ്യാറായി. പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ആ കന്യാസ്ത്രീ വരുമോ എന്ന ആകാംക്ഷയിൽ അദ്ദേഹം കാത്തിരുന്നുവെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കഥകൾ പിന്നീട് ഒരിക്കലും ആ കന്യാസ്ത്രീ വന്ന് മുട്ടിയില്ല. എന്നാൽ അതിന് പകരമായിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ, രാത്രികാലങ്ങളിൽ പുറത്തേക്ക് നോക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ഒരു കന്യാസ്ത്രീയുടെ രൂപം മിന്നിമറിയുന്നതായിട്ടും തലയില്ലാത്ത ചില രൂപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതായിട്ടും ഒക്കെ അദ്ദേഹത്തിന് കാണാൻ കഴിയുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്ന മറ്റംഗങ്ങളും ഇത്തരത്തിലുള്ള ഒരുപാടധികം വിചിത്ര സംഭവങ്ങൾ നേരിടുകയാണ്. എന്നാൽ ഈ കാര്യങ്ങൾ ആ നാട്ടിലുള്ള ആളുകളോട് പറയുമ്പോൾ അവരെല്ലാവരും ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക്, പള്ളിയിലച്ചനും അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്ന ആളുകൾക്ക് മുഴുവനും എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിലായിരുന്നു അതിനെ കണക്കാക്കി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാടധികം നാളുകൾ മുമ്പോട്ട് കടന്നു പോവുകയാണ്. ഇത്തരത്തിലുള്ള വിചിത്ര സംഭവങ്ങൾ കൊണ്ട് തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും നേരിടുന്നില്ല എന്ന് കണ്ടപ്പോൾ പള്ളിയിലച്ചനും കൂട്ടരും ഈ കാര്യങ്ങളെല്ലാം വളരെയധികം നിസ്സാരഭാവത്തിലെടുക്കുകയാണ്. വീണ്ടും ഒരുപാടധികം വർഷങ്ങൾ മുമ്പോട്ട് കടന്നു പോവുകയാണ്. 1ാം ലോക മഹായുദ്ധത്തിൽ ഈ വീടിൻ്റെ അടിത്തറക്ക് ചില തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ സംഭവിക്കുകയാണ്. അതോടുകൂടെ തന്നെ ആ വീട്ടിൽ ആരും താമസിക്കാതാവുകയും ആ ഒരു ഗ്രാമവാസികൾ തന്നെ ആ വീട് മുഴുവനായിട്ടും നശിപ്പിച്ച് കളയുകയും ചെയ്യുകയാണ്. എന്നാൽ പിന്നീടുള്ള ഓരോ ദിവസങ്ങൾ മുമ്പോട്ട് കടന്നു പോകും തോറും പലതരത്തിലുള്ള വിചിത്ര സംഭവങ്ങളുമായിരുന്നു ആ ഗ്രാമത്തിലുള്ള ഓരോ ആളുകളും നേരിട്ടിട്ടുണ്ടായിരുന്നത്. പണ്ട് ആ പള്ളിയിലച്ചൻ പറഞ്ഞ അതുപോലെ തന്നെ ഓരോ ദിവസവും രാത്രിയിൽ ഓരോ ആളുകളുടെ വീട്ടിലായിട്ട് ഇത്തരത്തിൽ ഭയന്ന് വിറച്ചുകൊണ്ട് ഒരു കന്യാസ്ത്രീ വന്ന് തട്ടുമായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി വന്നപ്പോൾ ആ ഗ്രാമം മുഴുവൻ ഭയത്തിൻ്റെ
നിഴലിൽ ആണ്ടുപോവുകയാണ്. അതോടുകൂടെ തന്നെ പ്രേതബാധ ഒഴിപ്പിക്കുന്ന എഡിനെയും അതേപോലെ തന്നെ ലോറൻ വാറനെയും കൊണ്ടുവരാൻ ആ ഒരു ഗ്രാമത്തിലുള്ള ആളുകൾ നിർബന്ധിതരാവുകയാണ്. അങ്ങനെ അന്നത്തെ കാലത്ത് ഏറ്റവും അധികം പ്രശസ്തരായിട്ടുള്ള പ്രേതപിടുത്തക്കാരായ അല്ലെങ്കിൽ മന്ത്രവാദികളായ എഡും ലോറൻ വാറനും ബെർലിയുടെ മണ്ണിൽ കാലുകുത്തുകയാണ്. അവർ ആദ്യം തന്നെ അന്വേഷിച്ചത് ആരാണ് ആ കന്യാസ്ത്രീ. മേരി എന്ന പേരുള്ള പാരീസിൽ നിന്നും പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആ സ്ത്രീ, ആ ഒരു കന്യാസ്ത്രീ ആരായിരുന്നു എന്നാണ്. അങ്ങനെ ഒരുപാടധികം അന്വേഷണങ്ങൾക്ക് ശേഷം അവർക്കൊരു കഥ ലഭിക്കുകയാണ്. ഒരുപാടധികം വർഷങ്ങൾക്ക് മുമ്പ്, ഏറെക്കുറെ 300 വർഷങ്ങൾക്ക് മുമ്പ് പാരീസിൽ നിന്നും മതം പഠിക്കാൻ വേണ്ടി ബെർലിയിലെത്തിയ സ്ത്രീയായിരുന്നു മേരി. എന്നാൽ കോൺവെന്റിന് തൊട്ടടുത്തുള്ള വെയർ ഹൗസിൽ താമസിച്ചിരുന്ന പള്ളിയിലച്ഛനും അവളുമായിട്ട് ചെറിയ രീതിയിലൊരു പ്രണയത്തിൽ അകപ്പെടുകയാണ്. ഈ ഒരു പ്രണയം വളർന്നു വലുതാവുകയും അത് മുഴുവൻ നാട്ടുകാരൻ അറിയുകയും ചെയ്തപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയായിരുന്നു. അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്തുകയാണ്. പള്ളിയിലച്ഛൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല, അദ്ദേഹം മഹാനായ മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീ ആയിരിക്കണം അദ്ദേഹത്തെ വഴിപിഴപ്പിച്ചത്, അതുകൊണ്ട് ആ കന്യാസ്ത്രീയെ നമുക്കെല്ലാവർക്കും കൂടെ അങ്ങ് വധിച്ചു കളയാമെന്നായിരുന്നു നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നെടുത്ത തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം രാത്രിയിൽ ആ കന്യാസ്ത്രീയെ അവരെല്ലാവരും കൂടെ വിളിച്ച് പുറത്തിറക്കുകയാണ്. കാര്യത്തിൽ എന്തൊക്കെയോ ചില പന്തികേട് തോന്നിയ മേരി എന്ന കന്യാസ്ത്രീ ഉടൻ തന്നെ വെയർ ഹൗസിലേക്ക്, പള്ളിയിലച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. ഓടിച്ചെന്ന് വെയർ ഹൗസിന്റെ കഥയിൽ മുട്ടിയപ്പോൾ താൻ ജീവനെ തുല്യം സ്നേഹിക്കുന്ന ആ സ്ത്രീയെ നാട്ടുകാർക്ക് മുമ്പിൽ എറിഞ്ഞു കൊടുക്കാൻ ഒരിക്കലും പള്ളിയിലച്ഛൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം അവളെ ആ ഒരു വെയർ ഹൗസിനകത്ത്, ആ ഒരു വീട്ടിനകത്ത് പ്രവേശിപ്പിക്കുകയാണ്. ഈ കാര്യം കൂടി അറിഞ്ഞപ്പോൾ നാട്ടുകാർ ഒന്നുകൂടെ രോഷാകുലരാവുകയാണ്. അവർ ആദ്യം തന്നെ ചെയ്തത് പള്ളിയിലച്ഛനെ കന്യാസ്ത്രീയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ തൂക്കിലേറ്റുക എന്നതായിരുന്നു. അതിനുശേഷം ആ വെയർ ഹൗസിനകത്ത് തന്നെ ഒരു കുഴി കുഴിച്ചുകൊണ്ട് ജീവനോടുകൂടെ കന്യാസ്ത്രീയെ അതിലിട്ട് അവർ മൂടുകയാണ്. പിന്നീട് ഒരുപാടധികം വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ വർഷിച്ച ചില ബോംബുകൾ കാരണം ആ വീടിന്റെ, ആ വെയർ ഹൗസിന്റെ അടിത്തറക്ക് ചില കംപ്ലൈന്റുകൾ സംഭവിച്ചപ്പോൾ ആ കന്യാസ്ത്രീയെ മറവ് ചെയ്തിരുന്ന സ്ഥലത്തിനും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരികയാണ്. അങ്ങനെയാണ് അതിനുശേഷമാണ് പിന്നീട് ഗ്രാമത്തിലുള്ള ഓരോ ആളുകളെയും തേടി പിടിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ആ കന്യാസ്ത്രീ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത്രയുമായിരുന്നു എഡും ലോറനും കൂടെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന മേരി എന്ന ആ കന്യാസ്ത്രീയുടെ കഥ. ഇത്രയും കാര്യങ്ങളെല്ലാം ആ നാട്ടുകാർക്ക് മുമ്പിൽ അവർ അവതരിപ്പിച്ചപ്പോൾ അതെല്ലാം അതുപോലെ തന്നെ വിശ്വസിക്കാൻ ഒരിക്കലും അവർ തയ്യാറായിരുന്നില്ല. അങ്ങനെ ആ വെയർ ഹൗസ് നിന്നിരുന്ന സ്ഥലത്ത് കുഴിച്ചു നോക്കാൻ വേണ്ടി നാട്ടുകാർ മുഴുവനും തീരുമാനമെടുക്കുകയാണ്. അത്തരത്തിൽ അവരങ്ങനെ കുഴിച്ചു നോക്കിയപ്പോൾ അവർക്കൊരു മരപ്പെട്ടി ലഭിച്ചിരുന്നു. ആ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അവർക്ക് ലഭിച്ചത് ഒരുപാടധികം അസ്ഥികളായിരുന്നു. അതോടുകൂടെ തന്നെ എഡും ലോറൻ വാറനും പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെയോ ചില കയമ്പുണ്ട് എന്ന് നാട്ടുകാർ മുഴുവൻ തിരിച്ചറിയുകയാണ്. പിന്നീട് അവർ അന്വേഷിച്ചത് ഇതിനെല്ലാമുള്ള പ്രതിവിധി എന്താണ് എന്നായിരുന്നു. അതിനുള്ള മറുപടിയായിട്ട് വാറൻ കപ്പിൾ തിരിച്ചവരോട് പറഞ്ഞത് ഒരിക്കലും നല്ല രീതിയിലുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മരണാനന്തര ചടങ്ങുകളൊന്നും ഈ ഒരു കന്യാസ്ത്രീക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം നൽകിയിട്ട് ഒന്നുകൂടെ ഈ ഒരു അസ്ഥികൾ അടക്കം ചെയ്യുകയാണ് ഇതിനുള്ള ഏറ്റവും വലിയ പ്രതിവിധി എന്നായിരുന്നു. അങ്ങനെ നാട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി എഡും ലോറൻ വാറനും കൂടെ തന്നെ മേരി എന്ന കന്യാസ്ത്രീയുടെ മരണാനന്തര ചടങ്ങുകൾ നിർവഹിക്കുകയും അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുകയാണ്. ഇന്നും ഈ കഥയുമായി ബന്ധപ്പെട്ട ഒരുപാടധികം ദുരൂഹതകളും നിഗൂഢതകളും നമ്മുടെ ഈ ലോകത്ത് നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷം ആളുകൾ പറയുന്നത് ആ ഒരു വീടിനകത്ത് നിന്ന് അല്ലെങ്കിൽ ആ ഒരു വെയർ ഹൗസിൽ നിന്നും കണ്ടെടുത്ത പെട്ടിയിലുണ്ടായിരുന്നത് പന്നിയുടെ അസ്ഥിയായിരുന്നു, അതൊരിക്കലും മനുഷ്യന്റെ അസ്ഥിയായിരുന്നില്ല എന്ന നിലക്കാണ്. കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു അനുഭവങ്ങളിൽ നിന്ന് തങ്ങൾക്ക് നേരിട്ടിട്ടുള്ള ഈ ഒരു കന്യാസ്ത്രീയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരുന്നു നൺ എന്ന് പറയുന്ന മൂവി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഒരുപാട് ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേതമില്ല എന്ന നിലക്കാണെങ്കിൽ ഒരു വലിയ എമൗണ്ടിലുള്ള ആളുകൾ ഇന്നും വിശ്വസിക്കുന്നത് പ്രേതമുണ്ട് എന്ന നിലക്ക് തന്നെയാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. ആരാ